അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 45ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു പോയതിനു ശേഷം തന്നെ ആ ഒരു എപ്പിസോഡ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിൽ പോലും ഒരുപാട് അധികം രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ലക്ഷ്മിയും മസ്താനിയും തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ BB ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എന്തായാലും മസ്താനി പോയതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് മസ്താനി തന്നെയാണ്. മസ്താനിയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. സോഷ്യൽ മീഡിയ ഒരു സമയത്ത് ക്യൂട്ട് ഗേൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു മസ്താനി എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം ആ ഒരു ഫസ്റ്റ് ഡേയിൽ മുതൽ ആ ഒരു ഇറങ്ങുന്നത് വരെ വിവാദ നായികയായിരുന്നു മസ്താനി എന്ന് പറയുന്നത്. മസ്താനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മസ്താനി അവിടെ ഉണ്ടാക്കിയ ഒരു വിവാദം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ബിഗ് ബോസിന്റെ എല്ലാ റൂൾസും ആൻഡ് റെഗുലേഷൻസും എല്ലാം പൊളിച്ചടിക്കുക ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെയായിരുന്നു മസ്താനി. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ആയിരുന്നു മസ്താനി എത്തിയത്. പക്ഷേ മസ്താനി എന്താ പറയുക, നമ്മൾ ആ ഒരു മസ്താനിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മസ്താനിയെ സ്നേഹിച്ചു വന്നിരുന്ന പ്രേക്ഷകരായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ എത്തിയതോടെ ആ ഒരു പലരുടെയും ഒരു മുഖച്ഛായ എല്ലാവരുടെയും മുഖച്ഛായ നമ്മളെ എല്ലാവരും പറയും ഇന്ന ആള് കൊള്ളാം അല്ലെങ്കിൽ ഇയാള് സൂപ്പറാണ്. കാണുന്നത് പോലെയൊന്നും അല്ല. അവരുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ദിവസം ഈ ഫോണും ഒന്നും ഇല്ലാതെ ഒരിടത്ത് അടച്ചുകൂട്ടിയിട്ടിരുന്നത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് പലർക്കും ഒരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് സ്ക്രിപ്റ്റഡ് ആണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ബിഗ് ബോസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയായിരുന്നു രേണുസുതി പുറത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. രേണു വന്ന സമയത്തൊക്കെ ആണ്, പക്ഷെ ആ ഒരു 1 വീക്കിലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കണ്ടത്. പിന്നെ എല്ലായിടത്തും കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ 1 വീക്കും ഇല്ല. എനിക്ക് തോന്നിയത് ആദ്യത്തെ ആ ഒരു 2 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ രേണുസുതി ഒതുങ്ങി വന്നു തുടങ്ങി. പിന്നെ കരച്ചിലായി, ബഹളമായി. പിന്നെ രേണുസുതിയെ ക്യാമറയിൽ എവിടെയെങ്കിലും ഒക്കെ കാണുമോ അല്ലെ ഈ രേണുവിനെ കാണാനില്ല എന്ന് പോലും പറഞ്ഞ് പരാതി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മസ്താനിയെ കുറിച്ച് തന്നെയാണ്. മസ്താനി വലിയൊരു ഏറ്റവും ഹേറ്റേഴ്സ് ഉള്ള ഒരു മത്സരാർത്ഥിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് തുടക്കത്തിൽ തന്നെ ആര്യ ജിസേലും തമ്മിലുള്ള ആ ഒരു എന്താണ് ബെഡിൽ സംഭവിച്ചത് ഇത്രയും വഷളാക്കി കാണിക്കാൻ അല്ലെങ്കിൽ ഇത്രയും വഷളായത് തന്നെ മസ്താനി കാരണം തന്നെയാണ്. പിന്നെ ഈ ഓരോ നിയമം തെറ്റിക്കുക ഈ സമയം മാത്രമല്ല, എല്ലാ ബിഗ് ബോസിലും എല്ലാവരും പറയുന്നതാണ് പുറത്തു നിന്ന് വരുന്നവരെ ആ സംഭവങ്ങൾ അകത്ത് പറയരുതെന്ന്. പക്ഷെ മസ്താനി തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ കൂടെ തന്നെ ജിസേലിന്റെയും ആര്യന്റെയും പ്രശ്നം. പക്ഷേ മസ്താനിക്ക് തിരിച്ചടിയായത് അതല്ല. ഏറ്റവും കൂടുതൽ മസ്താനിക്ക് തിരിച്ചടിയായത് ഒനീലിന്റെ ആ ഒരു പ്രശ്നം തന്നെയാണ്. സത്യം പറഞ്ഞാൽ മസ്താനി സത്യത്തിൽ ആ ഒരു വീഡിയോ മോഹൻലാൽ കാണിച്ച സമയത്തും നമുക്ക് എല്ലാവർക്കും ബോധമുള്ള ഒരാൾക്ക് പോലും മനസ്സിലാക്കാം അത് അവിടെ തട്ടി വീണതാണ്, മസ്താനിയെ പിടിച്ചു നിന്നതാണെന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് മസ്താനിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം. മസ്താനി ആ സമയത്ത് പ്രതികരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പറയാമായിരുന്നു അത് നമുക്ക് പെട്ടെന്നാണല്ലോ അത് തോന്നുന്നത്. പിന്നെ കുറെ നേരം ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതൊരു വിഷയമാക്കാം എന്ന് പ്ലാൻ ചെയ്ത് വന്നതുപോലെയാണ് മസ്താനി ചെയ്യുന്ന കുറച്ച് കാര്യം. അത് കറക്റ്റായിട്ട് പോയി പറഞ്ഞതോ ലക്ഷ്മിയുടെ അടുത്ത്. ലക്ഷ്മിയാണെങ്കിൽ എന്താണ് കിട്ടാൻ വേണ്ടി നൂറേന്റെയും മാതൃയുടെയും കാര്യത്തിൽ വലിയ വിമർശനമാണ്. അതാരും കേട്ടില്ല, അതുകൊണ്ട് ഒരു യുദ്ധമായി മാറിയില്ല. ഇല്ലെങ്കിൽ അതൊരു യുദ്ധക്കളമായി മാറിയേനെ. എന്നാൽ ഇതൊന്നുമല്ല. മസ്താനി ഈ ഹൗസിൽ നിന്ന് എന്താണോ നമ്മൾ പുറത്തു നിന്ന് കണ്ട മസ്താനിയല്ല, യഥാർത്ഥത്തിൽ മസ്താനിയുടെ തനിനിറം എന്താണെന്ന് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഈ ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയതിന് ശേഷമാണ് ചില കാര്യങ്ങൾ മസ്താനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത്. അതിൽ മസ്താനി പറഞ്ഞ കാര്യം, ഈ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഓൺലൈൻ മീഡിയാസിനോട് സംസാരിച്ചപ്പോൾ മസ്താനി പറഞ്ഞ കാര്യമാണ്, ഇവറ്റകളുടെ കരച്ചിൽ കാണാനായിട്ട് എന്ത് രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ പേടിച്ചു പോയതാണെന്ന്. പക്ഷെ അല്ല, ഞാൻ ഓരോ വീഡിയോസും കണ്ടതിന് ശേഷം എല്ലാത്തിനും മറുപടിയുമായിട്ട് ഞാൻ എത്തും എന്ന് മസ്താനി പറഞ്ഞിട്ടുണ്ട്. അല്ല, മസ്താനി അപ്പോഴും താൻ പറഞ്ഞതെല്ലാം ന്യായീകരിച്ച് ചെയ്യുന്നതാണ്. ആ ഒരു തന്റെ ഭാഗത്താണ് ശരി വിചാരിക്കുന്ന ആളാണ്. അത് മാത്രമല്ല, ഏഷ്യാനെറ്റില് മസ്താനിയുടെ ആ ഒരു പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ മത്സരാർത്ഥികൾക്കും ഈ ഇന്റർവ്യൂ ആണല്ലോ. അപ്പൊ അതിൽ ആങ്കർ ചോദിച്ചപ്പോൾ മസ്താനി ചെയ്തതെല്ലാം ശരിയാണോ, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുകയും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആങ്കർ ചോദിച്ചപ്പോൾ പോലും മസ്താനി എന്താ പറഞ്ഞേ,
ഞാനത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അതും ഭയങ്കര ലാഘവത്തോടെയാണ് മസ്താനി പറഞ്ഞ് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ തന്നെ മസ്താനിയുടെ ഒരു പണ്ടത്തെ ഫോട്ടോയും പിന്നെ അതിനുശേഷം മസ്താനി ആരായിരുന്നു, എങ്ങനെ അൻവറ സുൽത്താനയായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പല രീതിയിൽ പല വോയിസ് ക്ലിപ്പുകളും പുറത്ത് വരുന്നുണ്ട്. അതെന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയും വിവാദമായിട്ടുണ്ട്. ഒരു സ്ത്രീ തന്നെയാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വോയിസ് ക്ലിപ്പ് ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും അടക്കം വന്നതുകൊണ്ട് തന്നെ മസ്താനിക്ക് വീണ്ടും ഒരു വലിയൊരു വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. അപ്പോൾ മസ്താനിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതൊക്കെയാണ്. അത് മാത്രമല്ല, ഇപ്പോ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ സീസണുകൾ, അതായത് ഈ കഴിഞ്ഞ 6ാമത്തെ സീസൺ വരെ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു എന്റർടൈനിങ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കിട്ടിലൻ ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BB ഹോട്ടൽ തന്നെയാണ്. പല മത്സരാർത്ഥികളും പല സീസണുകളിലും നല്ലതുപോലെ BB ഹോട്ടൽ ടാസ്ക് അതിഗംഭീരമായിട്ട് അവർ കളിക്കുകയും ചെയ്തിട്ടുള്ള ഗെയിം നല്ലപോലെ മാർക്ക് മേടിക്കുകയും ചെയ്ത ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ BB ഹോട്ടൽ ടാസ്ക് മത്സരാർത്ഥികൾക്ക് കിട്ടിത്തുടങ്ങി. അതിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുളമാക്കുന്ന സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ അതിഥികളായിട്ട് വന്നത് ഷിയാസും പിന്നെ ശോഭയായിരുന്നു. അപ്പൊ അവർ വന്ന സമയത്ത് തന്നെ ചില ഹിന്റുകൾ കൊടുത്തു തുടങ്ങി. പ്രത്യേകിച്ച് പറഞ്ഞതാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട അനുമോൾക്ക് കൊടുത്ത ഒരു ഹിന്റാണ്. അത് ഇനി അനുമോൾ ഇനി ഗെയിം മാറ്റി ചവിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും അനുവിന് അത് മനസ്സിലായ കുറച്ചുകൂടി നല്ലതാണ്. എന്നാൽ അനു ടോപ്പ് 5-ൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അനുവിന്റെ സ്വന്തം കുട്ടനെയാണ്, കുട്ടനെയാണ് അനു. എപ്പോഴും ആ ഒരു പ്ലാച്ചി എന്ന് പറയുന്ന ആ ഒരു പാവയ്ക്ക് വേണ്ടിയിട്ട് അനു എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹൗസിനുള്ളിൽ. ആ ഒരു പ്ലാച്ചിക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെല്ലാം ഗ്രൂപ്പുകൾ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അത്തരത്തില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോൾ അതന്നെ ഒരു ഹിന്റ് ആക്കിയിട്ട് ഷിയാസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഗെയിം ചേഞ്ചിങ് അവിടെ നടക്കും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യം. അത് മാത്രമല്ല, ശോഭ പറയുകയും ചെയ്തു, നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ ഗെയിം കളിക്കാനാണ് വന്നത്, അല്ലാതെ നീ ഇങ്ങനെ കരയാനല്ല. അപ്പൊ നീ അത് ഫോക്കസ് ചെയ്യുന്ന എടുത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അനുവിന്റെ ആ ഗെയിമിങ് ഇപ്പോൾ ബോറായിട്ട് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് അനുവിനെ കുറച്ചുകൂടി ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ശ്രമിച്ചത്. അത് മാത്രമല്ല, ഷിയാസ് എന്ന് പറയുന്നത് ഇപ്പൊ പുറത്ത് നോക്കുമ്പോൾ മറ്റേ കോമഡി സ്റ്റാർസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശരിയാണ്, സോറി, ആ ഒരു സ്റ്റാർ മാജിക് നോക്കുകയാണെങ്കിൽ അതിൽ അനുമോളും ഷിയാസും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അവർ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്തായാലും അവർ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാവുമെന്ന് അനുമോൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ വല്ലാത്തൊരു ചേഞ്ചിങ് വരും. അപ്പോൾ അത് ഒരു നല്ല ടോപ്പ് 5-ലേക്ക് തന്നെ മിക്കവാറും അനുമോൾ മാറുകയും ചെയ്യും. അത് മാത്രമല്ല, ആ ടാസ്കുകളിലാണെങ്കിൽ പോലും അതിനിടയിലും പല പ്രശ്നങ്ങളുണ്ടായി. ശോഭ അനീഷിനെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു. പക്ഷെ അതല്ല അനീഷ് എടുത്ത് ചൂണ്ടിക്കാട്ടിയത്. ലക്ഷ്മി അവിടെ ആ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ ആ ഒരു അവിടുത്തെ ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ഇടപെടണം. എന്നാൽ ലക്ഷ്മി അത് ഇടപെട്ടില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് ലക്ഷ്മി അതെല്ലാം കൈകാര്യം ചെയ്തത്. അതും മത്സരാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഷിയാസും ശോഭയും ഇന്നലെയാണ് അവിടെ എത്തിയത്. അവർ ഇന്ന് രാവിലെ മടങ്ങിപ്പോയി. ഇന്ന് ഉച്ചയായപ്പോൾ അവർ മടങ്ങിപ്പോയി. തിരിച്ച് റിയാസ് സലീമാണ് വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് റിയാസ് വന്നു. പക്ഷേ റിയാസ് വന്നതും ലക്ഷ്മി അവിടെ ഒരു വലിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കണ്ടത്. അത് മാത്രമല്ല, ഈ ഒരു റിയാസ് വന്നതിന് ശേഷം റിയാസ് വന്നത് തന്നെ ലക്ഷ്മിക്ക് ജയിച്ചു പോകാനുള്ള, ലക്ഷ്മിക്ക് കപ്പടിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലും ചർച്ചകൾ വരുന്നുണ്ട്. റിയാസ് വന്ന ഉടനെ തന്നെ ചൊറിയാൻ നോക്കിയത് ലക്ഷ്മിയെയാണ്. ലക്ഷ്മി എന്നോട് സംസാരിക്കാൻ കുഴപ്പമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നൂറയുടെയും ആദിലയുടെയും പ്രശ്നത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അത് മാത്രമല്ല, ശോഭയും ഷിയാസില്ല പക്ഷെ ശോഭയും ഈ ഒരു രീതിയിൽ ലക്ഷ്മിയോട് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് റിയാസ് വന്നത് ഈ ഒരു കാര്യങ്ങൾ ലക്ഷ്മിയോട് സംസാരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് ഹേറ്റ് ഉണ്ട്. ആ ഒരു ഹേറ്റ് കമന്റ് എല്ലാം മാറി, നെഗറ്റീവ് മാറി, ലക്ഷ്മിക്ക് പോസിറ്റീവ് ആവാനായിട്ടും ലക്ഷ്മിയോട് ഇപ്പോൾ കുറച്ച് അനുകമ്പ തോന്നുന്നതായിട്ടുള്ള രീതിയിൽ പല കമന്റ്സും വരുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അഖിൽ മാരാർ പോലും ഈ ഒരു പ്രൊമോയിൽ, അതായത് ഈ ഒരു വീഡിയോയ്ക്ക് കമന്റ് ഇട്ടു എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ബിബി ഹോട്ടൽ ടാസ്കിനിടയിൽ പോലും കിച്ചൺ ടീം അടിയുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഷാനവാസും ആര്യനും തമ്മിൽ വലിയൊരു തർക്കങ്ങളുണ്ടായി. ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത് വേറൊരു ഫേക്ക് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങളിൽ പോകുന്നത്. ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ ചില സമയത്തൊക്കെ ഷാനവാസ് നല്ല ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നുണ്ട്. എന്നാൽ ആര്യൻ അതെ, പക്ഷെ ആര്യൻ ഇന്ന് നടത്തിയ ചില കാര്യങ്ങളും ആര്യൻ പറഞ്ഞ വാക്കുകളുമാണ് അവിടെ ഷാനവാസിനെ ചൊടിപ്പിക്കാനും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ജിസേല് കഴിഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ട്. അടുത്ത വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി. മാത്രമല്ല ഇന്ന് ഒനിയിലും പിന്നെ ആദിലയും അവിടെ ഒരു വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് കിച്ചൺ ടീമിൽ. എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടത്, എന്നും കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അല്ല, എന്നും ഇപ്പൊ ബിഗ് ബോസില് എഡിറ്റേഴ്സിന് പണിയാണ്. ബിഗ് ബോസ് എഡിറ്റേഴ്സിന് ഇപ്പൊ പണിയാണ്. എവിടെ തിരിഞ്ഞാലും തല്ലായുണ്ട്, എല്ലായിടത്തും കവർ ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ മത്സരാർത്ഥികൾ ഇപ്പോൾ നല്ല ഫയർ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പൊ ഇനിയുള്ള ഗെയിം സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. മാത്രമല്ല ആരൊക്കെ ഈ ഓരോരുത്തരും ഓരോ സമയവും ഗെയിം കുറച്ചുകൂടി കടുകട്ടിയാകുമ്പോൾ ആരൊക്കെ ഇനി പോകും, നമ്മള് അതെ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അതുവരേക്കും നന്ദി.